രാവിലെ ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നായിരുന്നു സത്യത്തിൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചതെല്ലാം നേരെ വിപരീതമായിരുന്നു. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് തലയൊക്കെ കെട്ടി ഒന്ന് ഫ്രഷായി. ഇത് നമ്മളിപ്പോൾ 2 ദിവസം മുമ്പ് വാങ്ങിയ സ്റ്റാൻഡാണ്. അപ്പോൾ വലിയ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽപ്പിനായിട്ട് ആരും വീഡിയോ ഒന്നും എടുത്തു തരാനില്ല. അപ്പം അതെനിക്ക് ഏറ്റവും യൂസായൊരു സാധനമാണ്. അതിൽ പിന്നെ അത് കിട്ടിയിട്ടാണ് ഞാൻ പിന്നെ ഫസ്റ്റായിട്ട് നമുക്കൊന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമില്ലല്ലോ ആരും. അങ്ങനെ പിന്നെ മോൻ്റെ കുപ്പിയൊക്കെ എടുത്ത് താഴെ പോയി അവൻ എഴുന്നേറ്റ് അവിടെ പാല് വേണം. അപ്പോൾ അതൊക്കെയാണ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക. എല്ലാം ചെയ്തപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ ഇഡലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അമ്മ നോർമൽ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ ആക്കുക. ഇപ്പോൾ കുറച്ചായിട്ട് അമ്മ ഒരു 2-3 നാളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഒരു സ്പെഷ്യൽ ഇഡലി. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഭംഗിയും കൂടി കണ്ടപ്പോൾ ഞാൻ ഇഡലിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് എപ്പോഴും സ്ഥിരം നമ്മൾ ഒരേപോലെ തന്നുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പം നോർമൽ സാധാ ഇഡലി തന്നെയാണ്. പക്ഷെ അത് ഇലയിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും ഭംഗിയൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാല് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ വന്നിട്ട് അപ്പോൾ എൻ്റെ പ്ലാനെല്ലാം നേരെ മാറി നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പെട്ടെന്ന് പാലൊക്കെ തിളപ്പിച്ച് മോൻ്റെ പാലൊക്കെ എടുത്ത് അവന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ്. അവൻ എൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അവന് സ്റ്റാൻഡ് ടോർച്ച്, അതിൻ്റെ ഇടയ്ക്ക് അവൻ എൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയുള്ള വഴക്കാണ് അവൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. അവന് മൊബൈൽ സ്റ്റാൻഡ്, ഞാനവിടെ മൊബൈൽ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട്, അവനത് വേണം. അപ്പോൾ അതിനുള്ള വഴക്കാണ്. അവൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. പിന്നെ ഞാൻ വേഗം പോയി ചായ കുടിച്ചു. ഫുഡൊന്നും കഴിച്ചിട്ട് പോയാൽ നമുക്ക് വൊമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും ശരിയാവില്ല. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് 1-2 സ്ഥലം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോകണം. പിന്നെ ഞാനും അവനും കൂടി അവിടെ ഇരുന്നു ചക്ക വറുത്തതും ചായയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. അവനെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ചു, മോളെയും കുളിപ്പിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഞങ്ങളങ്ങനെ ഒരുങ്ങി വേഗം കുളിച്ച് അമ്പലത്തിലാണ്ട് പിന്നെ നമ്മൾ ഫ്രഷായിട്ട് തന്നെ പോകണമല്ലോ. അങ്ങനെ അവരെല്ലാം ഒരുക്കി. മോനെ ആദ്യം തന്നെ ഒരുക്കി നിർത്തി അവന് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകേണ്ടി വരും. അവന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അവനെ ആദ്യം ഒരുക്കി കഴിഞ്ഞാൽ അവൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഉടനെ സ്ഥലം വിടും. അപ്പം പിന്നെ അവനെ ഞങ്ങൾ കൂടുതൽ ലാസ്റ്റാണ് ഒരുക്കാറ്. പെട്ടെന്നാവുമല്ലോ ആൺപിള്ളേർക്ക്. പിന്നെ ഡ്രസ്സും പാൻറ്റും ഇട്ടാൽ മതിയല്ലോ. മോളെ അങ്ങനെ തലയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാനും ഒരുങ്ങാൻ പോയി. ഞങ്ങൾ അമ്പലത്തിലെത്തി. നേരെ ആദ്യം തന്നെ കുളത്തിൽ പോയി. നേരത്തെ അപ്പുറത്തായിരുന്നു കവാടം. ഇപ്പോൾ അവർ അത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി മിയക്കും ഇവാനും പിന്നെ വെള്ളം കാണുമ്പം എന്താ പറയുക, ഭയങ്കര ഭ്രാന്താണെന്ന് പറയേണ്ടി വരും. ആ വെള്ളത്തിൽ കുറച്ച് സമയം കളിക്കണം, എത്ര പറഞ്ഞാലും കേൾക്കില്ല. നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിണറും കൂടി ഉണ്ടോണ്ട് എനിക്ക് ഇച്ചിരി പേടിയാണ്. കുളത്തിൻ്റെ നടുക്ക് തന്നെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവർക്ക് പിന്നെയും കാല് കഴുകണം, വെള്ളത്തിൽ കളിക്കണം, മീനെ കാണണം. അവിടെ ഇപ്പോൾ കുറച്ച് വലിയ മീനെ കണ്ടു. അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ വന്ന് തൊഴുത് മഞ്ചാടിയൊക്കെ വാരി ഇവർ 2 പേരും കൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അപ്പുറം സ്വാമി മഠത്തിൽ അങ്ങോട്ട് പോയി. അപ്പോൾ കുളത്തിൽ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഇപ്പുറത്തൊക്കെ നിന്ന് മഠത്തിൽ അവിടെ നല്ല തണലുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലാണ്. തണലുള്ള അടുത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ സ്വാമി മഠത്തിലും പോയി.